First prize 5,000 plus trophy. Next, please take it together. Second prize 4,000 plus trophy. Third 3,000 plus trophy. Fourth 2,500. 5 2,000. 6 to 10 1,500. 11 to 15 1,000. 16 to 30 16 മുതൽ 30 വരെ പ്ലേയേഴ്സിന് അടുത്ത പ്ലേയേഴ്സിന് 500. Junior champion 2,000 plus trophy. Junior first runner 1,500 plus trophy. Junior second runner third prize 1,000 plus trophy. Juniors in പങ്കെടുത്ത മറ്റെല്ലാ പ്ലേയേഴ്സിനും 500 plus medals. അതുപോലെ വുമൻസ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് 2,000 plus trophy. Second 1,500 plus trophy. Third 1,000 plus trophy. അതുകൂടാതെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും സമ്മാനം ലഭിച്ചവർക്ക് ലഭിക്കാത്തവർക്ക് എല്ലാവർക്കും ക്ലോസിംഗ് സെറമണിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഒരു സ്നേഹോപഹാരം നൽകുന്നതായിരിക്കും. പ്രൈസ് മണി വാങ്ങിയിട്ടുണ്ട് 15 ലക്ഷം രൂപ. കൂടാതെ കേരള ഗവൺമെന്റിന്റെ വകയായിട്ട് സ്പോർട്സ് കോട്ടയിൽ ജോലി സമ്പാദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ചെറിയൊരു സഫലീകരണം മാത്രമാണിത്. നമ്മൾക്കിനി നാഷണൽ ചാമ്പ്യനും അതുപോലെ ലോകത്തിലെ നല്ല കളിക്കാരനായി തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശത്തിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ജൂനിയേഴ്സ് പ്ലേയേഴ്സ് ഇപ്പോൾ കുറച്ച് നല്ല നിലയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. സീനിയേഴ്സിനേക്കാൾ ഒരു സ്റ്റെപ്പ് അവരെ മുമ്പിലാണ് എപ്പോഴും. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണലിൽ കളിക്കാനും നാഷണൽ ചാമ്പ്യനാകാനും സാധിക്കും. തദ്വാര നമുക്ക് വേൾഡ് ലെവലിൽ കളിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചെസ്സിനെ മാന്യമായി കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക, മുന്നേറുക. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഇത് സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട രാജൻ മാഷ്. ഓക്കെ, താങ്ക് യു. നമ്മൾക്ക് കുറേ വർഷമായി നമ്മൾ അംഗീകൃത രീതിയിൽ തന്നെ നമ്മൾ ചെസ് കളിക്കാൻ തുടങ്ങിയത് 1993 മുതലാണ്. അതിന് മുമ്പും നമ്മൾ കളിയിൽ പങ്കെടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടില്ല. എന്തായാലും നമ്മൾക്ക് അഭിമാനമുള്ള ഒരു കാര്യം
പ്രസന്നകുമാർ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഈ ചെസ് ടൂർണമെൻറ്റിന് ഇവിടെ വന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ്, നല്ല ഭക്ഷണമായിരുന്നു, എല്ലാം നല്ല രീതിയിലാണ്. ഇവിടുത്തെ ആളുകളുടെ എല്ലാം പെരുമാറ്റം എല്ലാം നല്ല സന്തോഷത്തോടെ ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. 7 റൗണ്ടും കഴിഞ്ഞു. എനിക്ക് 3 പോയിൻ്റ് ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് എന്നെപ്പോലെ കാഴ്ച പരിമിതിയുള്ളവർ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ഇവിടെ എത്തി എല്ലാ റൗണ്ടിലും പങ്കെടുത്ത് അവർ സന്തോഷത്തോടെ ജയമോ തോൽവി എന്നുള്ളതല്ല, ഒരു പാർട്ടിസിപ്പേഷൻ, എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടൽ എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ടൂർണമെൻറ്റിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ചെസ് ബ്ലൈൻഡിൻ്റെ ഈ സ്കൂളിൻ്റെ അധികാരികൾക്കും എല്ലാവിധ നന്ദി. എൻ്റെ പേര് നിസാബുദ്ദീൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നാണ് വരുന്നത്. ചെസ് ടൂർണമെൻറ്റിൽ കുറച്ചൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു അനുഭവമാണ്. എല്ലാവരും നല്ലൊരു ഹെൽപ്പിംഗ് ആയിരുന്നു. ഭക്ഷണമായാലും ഇവിടുത്തെ സൗകര്യങ്ങളായാലും എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എന്തായാലും എല്ലാവിധ നന്ദി. എൻ്റെ പേര് ദിലീപ്. ഞാൻ പാലക്കാടാണ് വരുന്നത്. ചെസ്സിൽ റെഗുലറായിട്ട് പ്ലെയറൊന്നും അല്ലെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ വിനിയോഗിക്കാറുണ്ട്. അപ്പോൾ ആലുവ സ്കൂളിൽ വെച്ച് നടന്ന ചെസ് മത്സരം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല രീതിയിലുള്ള അക്കോമഡേഷനും ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ എല്ലാം സപ്പോർട്ടും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് റിജിൽ. ഞാൻ ഏകദേശം ഒരു 4 കൊല്ലത്തോളമായി ഇവിടെ ചെസ് കളിക്കാൻ വന്നിട്ട്. അപ്പോൾ ഇടയ്ക്ക് വരലുണ്ട്, ടൂർണമെൻറ്റ്സിനൊക്കെ വരാറുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവരും തരാറ്. അത്യാവശ്യം നല്ല കളികൾ എല്ലാവരും നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആലുവ ബ്ലൈൻഡ് സ്കൂളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി വരാൻ സാധിച്ചത് നന്നായിട്ടുണ്ട്. വളരെ ആക്സസബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു. ഇവിടുത്തെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അതുപോലെ ഫുഡ് എല്ലാം വളരെ നമുക്ക് നല്ലതായിരുന്നു. അതുപോലെ ടൂർണമെൻറ്റും അതിൻ്റെ ഒരു കണ്ടക്ടിങ്ങും ഇവിടുത്തെ ഒരു ഹോസ്റ്റ് നല്ല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു ഭരതൻ, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഇവിടെ ഈ ടൂർണമെൻറ്റിനെ പറ്റി നല്ല അഭിപ്രായം. എല്ലാവരും എല്ലാ രീതിയിൽ തന്നെ സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഇവിടെ സംഘടകർ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ആദിഷാണ്. ഞാൻ പഠിക്കുന്നത് ധർമ്മശാല ബ്ലൈൻഡ് സ്കൂളിൽ നിന്നാണ്. ഞാൻ വന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നാണ്. ഞാൻ കേരളത്തിലെ ഏറ്റവും ചെറിയ പ്ലെയറായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ വന്ന എല്ലാ സൗകര്യങ്ങളും നല്ലതാണ്.